ഇനി അടുത്ത ഒരു അവാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിൽ കണ്ടത് തന്നെ എമേർജിംഗ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. നമ്മുടെ ലൈഫിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള മൊമെന്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗ്. അതിനാണ് അടുത്ത ഈ ഒരു അവാർഡ് നൽകുന്നത്. And this time, the Popular Lifestyle Vlogger Award goes to Rahul Ramachandran. Video. ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിന് റിലേഷൻഷിപ്പ് ഗോൾസ് എന്ന ടാഗ് ലൈൻ നൽകിയ ട്രെൻഡിംഗ് ബ്ലോഗർ. സ്വന്തം കുടുംബത്തിലെ തുറന്ന സംസാരങ്ങളും പരസ്പര ബഹുമാനവും മലയാളികൾ കണ്ടത് വെറും ബ്ലോഗായിട്ടല്ല, യഥാർത്ഥ സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായിട്ടാണ്. ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ തുറന്നു പറച്ചിലുകൾ കൊണ്ട് പ്രേക്ഷകരുമായി ഒരു ഇമോഷണൽ ബ്രിഡ്ജ് സ്ഥാപിച്ച കലാകാരൻ. റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ മറയില്ലാത്ത ബ്ലോഗുകൾ. ഒരു സംവിധായകന്റെ ആർട്ടിസ്റ്റിക് കണ്ണിലൂടെ സ്വന്തം ജീവിത നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ സിനിമ തിരക്കഥാകൃത്ത് കൂടിയായ ബ്ലോഗർ രാഹുൽ രാമചന്ദ്രൻ. ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എമേർജിംഗ് 2025 സ്റ്റോറീസ് ബൈ രാഹുൽ രാമചന്ദ്രൻ. ഇന്ന് നമുക്ക് രാഹുലിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. രാഹുലിന്റെ വൈഫ് നമുക്ക് എല്ലാവർക്കും വളരെ അടുത്തറിയുന്ന ആർട്ടിസ്റ്റ് കൂടിയായ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് ശ്രീവിദ്യ മുല്ലശ്ശേരി, പ്ലീസ്. ഹൃദയത്തിൽ പ്രതീക്ഷ പാടട്ടെ. താങ്ക് യു സോ മച്ച്. രാഹുലില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, മലേഷ്യയിലാണ്. പക്ഷേ ഈ ഒരു അവാർഡ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫാമിലിയാണ് അമൃത. ഇതേ ഫ്ലോറിൽ നിന്നിട്ടാണ് എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് എനിക്ക് തന്ന ചാനലാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കോണ്ടൻ്റൊക്കെ ചെയ്ത് സിനിമ ചെയ്യാം. പക്ഷേ അളിയൻ നേരെ സിനിമ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററിൽ ആദ്യത്തെ അവാർഡാണ്. താങ്ക് യു സോ മച്ച് അമൃത TV, എല്ലാവരുടെ അടുത്തും ഇവിടെ എല്ലാവരും എനിക്കറിയാവുന്നതാണ്. അനുജേട്ട, എല്ലാവരും ഫുൾ ക്രൂ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഒന്നുകൂടി രാഹുലിന് ഒരു ബിഗ് റൗണ്ട് ഓഫ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഒന്ന് നടുക്ക് പോയി പോസ്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഭയങ്കര രസമുള്ള ഒരു കാറ്റഗറി ഫുഡ് വ്ളോഗിംഗ്. മോസ്റ്റ് പോപ്പുലർ ഫുഡ് വ്ളോഗറിനുള്ള അവാർഡാണ്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് സംഗീതം മാത്രമല്ല ഭക്ഷണവും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശരത്തേട്ടനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത്. ശരത്തേട്ട, പ്ലീസ്. സംഗീതവും ഭക്ഷണവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ അല്ലേ? ഒപ്പം ഭക്ഷണത്തിന്റെ ഒരാളെ തന്നെ ഇങ്ങോട്ട് വിളിക്കാം. നമ്മുടെ ഡെവൻ ഫുഡ്സിന്റെ CEO മിസ്റ്റർ ഷാജീന്ദ്രനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഷജീന്ദ്രൻ, ആദ്യമേ തന്നെ ബിഗ് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അമൃത TVയുടെ ഈ മീഡിയ അവാർഡ്സിന് നൽകുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി. അതിനൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം അവർ സൈഡ്. ശരത്തേട്ട, ഇഫ് യു കുഡ് ഡു ദ ഓണേഴ്സ് ഓഫ് പ്രസന്റിംഗ് ഹിം വിത്ത് ദ മൊമെന്റോ. The most popular food vlogger 2025. ഈ അവാർഡ് നൽകുന്നത് പ്രത്യേകതരം ശബ്ദം, ആ ശബ്ദത്തിൽ പോയി ചെന്ന് കഴിക്കുന്ന സ്ഥലങ്ങൾ, കണ്ടുപിടിക്കുന്ന ഓരോ ഫുഡ് സ്പോട്ടും നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ പോയി കഴിക്കാനായിട്ട്. അങ്ങനെ ഒരാളുണ്ട്. ഹീസ് എ ഹണ്ടർ. ഹീസ് ഫുഡ് ഹണ്ടർ സാബു. വീഡിയോ രുചിയുള്ള ഭക്ഷണത്തിനായി കണ്ണും നാവും നട്ടലയുന്ന ഒരു വേട്ടക്കാരൻ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്ന മലയാളി ഫുഡ് ബ്ലോഗർ. യാത്ര ചെയ്യുമ്പോൾ വിശപ്പിന് വേണ്ടി എന്തെങ്കിലും കഴിക്കുന്ന സാധാരണ യാത്രക്കാരിൽ നിന്നും വ്യത്യസ്തമായി കഴിക്കാൻ വേണ്ടി മാത്രം യാത്ര പോകുന്ന ഒരു ഫുഡ് ഹണ്ടർ. ഭക്ഷണപ്രേമികളെ കൊതിപ്പിക്കാൻ വീട്ടിലിരുന്ന് എളുപ്പം തയ്യാറാക്കാവുന്ന തനിനാടൻ രുചിവൈവിധ്യങ്ങളുടെ റെസിപ്പി വൈറലാക്കുന്ന എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ. പെയ്ഡ് പ്രൊമോഷൻ നൽകിയാൽ ക്വാളിറ്റി കാണില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ ജെനുവിൻ ബ്ലോഗിങ്ങിലൂടെ ലക്ഷക്കണക്കിന് ഭക്ഷണപ്രേമികളുടെ മനസ്സും വയറും നിറച്ച് ട്രസ്റ്റ് നേടിയ ഹണ്ടർ. ബെസ്റ്റ് ഫുഡ് ബ്ലോഗർ പോപ്പുലർ 2025 ഫുഡ് ഹണ്ടർ സാബു.
മേന്മയുടെ പാതയിൽ ഉയരട്ടെ ഹൃദയത്തിൽ പ്രതീക്ഷ പാടട്ടെ സാബുവിന്റെ ഫോളോവറാണ് ഞാൻ. സാബുവിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാറുണ്ട്. എന്തിന് സാബുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഫോളോവർ ഉണ്ട്. ആ പേര് മഞ്ജു വാര്യർ എന്നാണ്. വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് കണ്ടെത്തി അവിടെ പോയി കഴിക്കുന്ന ആള് അല്ലേ സാബു? പറയൂ സാബു. ഒരുപാട് സന്തോഷം. അമൃത പോലെ വലിയൊരു ചാനലിന് ഇങ്ങനെ ഒരു അവാർഡ് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ പോയി ചെന്ന് ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം പെയ്ഡ് വ്ളോഗിന് ചിലപ്പം ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, കാരണം ഒന്നാമത്തെ കാര്യം റെസ്റ്റോറൻറ്റ്സ് ചെയ്യൽ ഞാൻ വളരെ കുറച്ചു. നമ്മൾ പ്രൊഡക്ട്സ് ആണ് കൂടുതലും പ്രൊമോഷൻ, പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള പോലെ. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. കാരണം നമ്മൾ ഈ നേരത്തെ പലരും ആക്സിഡന്റൽ TV പ്രസന്റർ ആയതൊക്കെ പറയുന്നത് ആക്സിഡന്റൽ വ്ളോഗറാണ്. വ്ളോഗിംഗ് എന്നുള്ള വാക്ക് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഫുഡിന്റെ അന്ന് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് പോലും അറിയില്ല. ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. അന്ന് നമുക്ക് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് അറിയില്ല. നമ്മളപ്പോൾ ആക്സിഡന്റലി ഫുഡിന്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തു നമ്മുടെ ഫോട്ടോ ഇടുന്നേക്കാൾ കൂടുതൽ ലൈക്ക് പൊറോട്ടക്കും ബീഫിനും. അപ്പോഴാണ് ഇതിനോട് ആളുകൾക്ക് ഇത്രയും താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കൊച്ചിയിൽ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലം പറ. ഒറ്റടിക്കൊക്കെ ചോദിച്ചാൽ പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ടാണ്. നമ്മൾ ആർക്കും ഫ്രീ പ്രൊമോഷൻ കൊടുക്കണ്ട. സാബു എല്ലാരും വലിയൊരു കാര്യം സാബുവിന്. നന്മയുടെ ദീപം തെളിയട്ടെ മേന്മയുടെ പാതയിൽ ഉയരട്ടെ